അമ്പലത്തെ വിളിച്ചാ മതിയെന്നാ പറഞ്ഞത്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ആളെ കാണുന്നുമില്ല. പാറു, അല്ല എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ ഈ വേഷം കണ്ടിട്ടാണോ? ഒരു വഴിപാടെന്നേ ഞാൻ പാറുവിനോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അർച്ചന അഭിഷേകവും നിവേദ്യമൊന്നും അല്ല. കുറച്ച് കടുപ്പം കൂടിയ വഴിപാടാ. ചിട്ടയായ വ്രതമൊക്കെ എടുത്തിട്ട് വേണം ആ വഴിപാട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാ ഈ വേഷം. കടുപ്പപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമല്ലേ പാറുവിന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങിയത്. എന്തോ കഠിനമായ ദോഷം ഉള്ളതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്. കഠിനമായ ദോഷം മാറണമെങ്കിൽ കഠിനമായ വഴിപാട് തന്നെ നടത്തണ്ടേ? നാഗദേവതയുടെ നടയിൽ വെച്ച് തേങ്ങ ഉടച്ചാൽ എത്ര കഠിനമായ ദോഷവും മാറിക്കിട്ടും. എനിക്കറിയില്ലായിരുന്നു. ഞാൻ തേങ്ങ കൊണ്ടുവന്നിട്ടില്ല. തേങ്ങയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പാർവതി. തേങ്ങ ഉടയ്ക്കുമ്പോ പാറു പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇതിനു മുമ്പ് ഒരിക്കലേ ഞാൻ ഈ വഴിപാട് ചെയ്തിട്ടുള്ളൂ, എന്റെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി. അന്ന് ഞാൻ ഒരു തേങ്ങ ഉടച്ചുള്ളൂ. എന്നിട്ടും 4 ദിവസം ഞാൻ തലവേദനിച്ച് അനങ്ങാൻ പോലും വയ്യാതെ കിടന്നിട്ടുണ്ട്. അല്ല, തേങ്ങ ഉടച്ചാൽ എങ്ങനെയാ തലവേദനിക്ക? എന്റെ തലയിലല്ലേ തേങ്ങ ഉടച്ചത്? തലയിലോ? അതാ ഇവിടുത്തെ വഴിപാട്. നാഗദേവതയുടെ മുന്നിൽ വെച്ച് നാളികേരം തലയിൽ ഉടയ്ക്കണം. ദോഷത്തിന്റെ കാഠിന്യം അനുസരിച്ച നാളികേരത്തിന്റെ എണ്ണം തീരുമാനിക്കുക. പാറുന്റെ ചേച്ചിക്ക് കഠിനമായ ദോഷമല്ലേ, അത് മാറണമെങ്കിൽ 11 തേങ്ങയെങ്കിലും ഉടയ്ക്കണം. 11 തേങ്ങ തലയിൽ അടിച്ചുടയ്ക്കാനോ? അത് അപകടം. വേണ്ട, അത്ര കഠിനമായ വഴിപാടുകളൊന്നും നടത്തണ്ട. ഞാൻ സമ്മതിക്കില്ല. നിന്റെ ചേച്ചിയുടെ കല്യാണം നടക്കാത്തതല്ലേ നിന്റെ ഏറ്റവും വലിയ സങ്കടം. ചേച്ചിക്ക് പറ്റിയ പയ്യനെ കണ്ടെത്തി തരാൻ എനിക്ക് കഴിയില്ല. ഒരുപാട് പൊന്നും പണവും നൽകി ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുക്കാനും എനിക്ക് കഴിയില്ല. അതിന് മാത്രം സമ്പാദ്യമൊന്നും എന്റെ കയ്യിലുമില്ല. അതുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കാനേ എനിക്ക് കഴിയൂ. നിന്റെ സങ്കടം എന്റെയും സങ്കടാ പാറു. അതുകൊണ്ട് 12 തേങ്ങയല്ല 101 തേങ്ങ എന്റെ തലയിൽ ഉടച്ചാലും വേദന സഹിക്കാൻ എനിക്ക് കഴിയും. വേണ്ട, ഞാൻ പറയുന്നത് നന്ദനൊന്ന് കേൾക്ക്. ഇല്ല, ഈ കാര്യത്തിൽ പാറു പറയുന്ന അനുസരിക്കാൻ എനിക്ക് കഴിയില്ല. അനുസരിച്ചാൽ ചേച്ചി ഓർത്ത് പാറു എന്നും കരയേണ്ടി വരും. പാറു കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ പാറുവിന്റെ സന്തോഷത്തിന് വേണ്ടി എത്ര വലിയ വേദനയും എനിക്ക് സഹിക്കാൻ കഴിയും. അവര് വരുന്നു. നമുക്ക് തുടങ്ങാൻ തിരുമേനി. ഞാൻ പറഞ്ഞില്ലേ പാറു, പേടിക്കണ്ട. എനിക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചാ മതി. നാളികേരം എടുത്തോളൂ. ഈ വഴിപാട് ചെയ്യാൻ ഇവിടെ ആരും ധൈര്യപ്പെട്ട് വരാറില്ല. പലരുടെയും തല പൊട്ടി രക്തമൊഴുകിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന നാഗദേവങ്ങൾ നിറവേറ്റി കൊടുത്തെങ്കിലും ഈ വഴിപാട് ചെയ്ത പലരും പിന്നെയുള്ള കാലം മുഴുവൻ വേദന തിന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ വഴിപാട് നടത്തിയത് 2021 11 തേങ്ങ. അയാൾ ഇപ്പോഴും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന് കിടപ്പില്ല. ഇതും 11 തേങ്ങയാ. ഇയാൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് നടത്തി കൊടുക്കുന്നത്. ഓരോന്ന് പറഞ്ഞ് പാർവതിയെ പേടിപ്പിക്കില്ലേ. ഒന്നും സംഭവിക്കില്ല പാറു. പാറുവിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. അല്ല നന്ദ, പ്രാർത്ഥിക്ക് പാർവതി. തുടങ്ങിക്കോളൂ തിരുമേനി. അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ പറയണം.
എപ്പോ വേണമെങ്കിലും അവസാനിപ്പിക്കാം. ഉദ്ദേശിച്ച ഫലം കിട്ടില്ലെന്നേ ഉള്ളൂ. പാർവതിയുടെ ഒരു വലിയ സങ്കടം തീർത്തു കൊടുക്കാനാ ഈ വഴിപാട്. 11 തേങ്ങ ഉടച്ചു കഴിയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല തിരുമേനി. ഉം. പാറു കണ്ടില്ലേ, 10 തേങ്ങ ഉടച്ചു കഴിഞ്ഞു. വേദനയില്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല വേദനയുണ്ട്. നിനക്ക് വേണ്ടി ഇതിലും വലിയ വേദനകൾ ഞാൻ സഹിക്കും. 10 തേങ്ങ ഉടച്ചിട്ടും എന്റെ തലയിൽ ഒരു പോറല് പോലും ഏറ്റില്ല, ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞില്ല. എന്റെ പാറുവിന്റെ പ്രാർത്ഥനയുടെ ഫലം അതല്ല. വഴിപാട് പൂർത്തിയാക്കിക്കോളൂ തിരുമേനി. 11ാമത്തെ തേങ്ങ എടുത്തു കൊടുക്കുക കീഴ്ശാന്തി. ഇത് പുതിയ തേങ്ങയാ, ഇതടിച്ച അവന്റെ തല പൊട്ടിപ്പോവും. ഇത് ഉടയ്ക്കാൻ വിട്ടുപോയതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല. അവസാനത്തെ തേങ്ങ ഉടയ്ക്കൂ തിരുമേനി, വഴിപാട് പൂർത്തിയാക്ക്. 10 തേങ്ങ ഉടച്ചില്ലേ, അത് മതി. ഇത് ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഉടയ്ക്കാം. 1, 11, 101 അല്ലേ? 11 ഉടച്ചില്ലെങ്കിൽ ഇത്രയും തേങ്ങ ഉടച്ചത് വെറുതെ ആവില്ലേ? 11ാമത്തെ തേങ്ങ ദേവിയുടെ മുന്നിൽ ഉടയ്ക്കുന്നുണ്ടല്ലോ. ദേവിയുടെ മുന്നിലല്ലല്ലോ. വഴിപാട് സ്വീകരിക്കണമെങ്കിൽ എന്റെ തലയിൽ തന്നെ ഉടയ്ക്കണ്ടേ? ഉടയ്ക്ക് തിരുമേനി. വേണ്ട നന്ദ, തിരുമേനി പറയുന്നത് കേൾക്ക്. 11 തേങ്ങ എന്റെ തലയിൽ ഉടച്ചോളാന്നല്ലേ എന്റെ നേർച്ച. അത് പൂർത്തിയാക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. തിരുമേനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ഉടച്ചോളാം. ഇങ്ങോട്ടാ. അയ്യോ നന്ദൻ, അയ്യോ ചോര. വേണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. സാരമില്ല, ചെറിയൊരു മുറിവ് അത്രയേ ഉള്ളൂ. എന്താ ചെയ്യാ? ഞാനിപ്പോ വരാം. 11 തേങ്ങ ഉടച്ചു വെക്കണം ഞാൻ പറഞ്ഞതല്ലേ. ഈശ്വര, എന്റെ തല പോയി. ഒന്നെങ്ങനെയോ ഒഴിഞ്ഞു പോയതാ. അതുകൊണ്ടാ അവസാനത്തെ തേങ്ങ ദേവിയുടെ മുന്നിൽ ഉടയ്ക്കാന്ന് ഞാൻ പറഞ്ഞത്. അതിനൊന്നും തലയിൽ തന്നെ ഉടയ്ക്കണമെന്ന് നന്ദസാറിനായിരുന്നില്ലേ നിർബന്ധം? ഇത് ഉടയ്ക്കാത്ത തേങ്ങയാണെന്ന് ഞാൻ അറിഞ്ഞോ? തല വെട്ടിപ്പൊളിക്കുന്ന വേദന. അമ്മേ,